ഹലോ, എല്ലാവർക്കും പൂനെ രാജു വ്ളോഗ്സിൻ്റെ നമസ്കാരം. രാം രാം, വണക്കം. അപ്പോൾ ഇന്നത്തെ വിശേഷം പത്തനംതിട്ട കോന്നിയിലെ ആനത്തോട്ടിലാകട്ടോ. അവിടെ ആനയെല്ലാം വന്നിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഇപ്രാവശ്യം അവിടെ പോയപ്പം ഈ വീഡിയോ എടുത്തു. അപ്പോൾ ഒന്ന് വിചാരിച്ച് എല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്യാവുന്ന. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പൂനെ രാജു വ്ളോഗ്. ഓക്കെ, അപ്പോൾ വിശേഷങ്ങളും നോക്കാം അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ആനയുടെ ഈ ഇതാണ് എന്താ പറയുക അല്ലേ, ബോൺസ്, അതെന്താ പറയുക, അസ്ഥികൂടം അല്ലേ ആനയുടെ. കണ്ടില്ലേ നിൽക്കുന്ന എല്ലാം ഇതായത് കാരണം എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ആനയുടെ ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ആനയാണ്, ജീവനുള്ളതല്ല, സ്റ്റാച്യു. പക്ഷേ കണ്ടാൽ സ്റ്റാച്യു ഒന്നും പറയത്തില്ല. കാരണം പറഞ്ഞാലേ അതായത് എന്താ പറയുക, ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. ഒറിജിനാലിറ്റിയാണ് കാണാൻ. ഓരോ വർക്കുകളും അകത്തിന് മാത്രം ക്ലിയറായിട്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമസ്കാരം ഒരിക്കൽ കൂടെ പൂനെ രാജു വ്ളോഗ്സ്. പക്ഷേ അതിൻ്റെ അകത്ത് പോയെങ്കിൽ എല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ പോകുക. അവിടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മ്യൂസിയം പോലെ മ്യൂസിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മ്യൂസിയം പോലെയല്ല, മ്യൂസിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആനയുടെ എല്ലാ വിവരങ്ങളുണ്ട്. അതിൻ്റെ എന്തുമാത്രം ജീവിക്കുവാൻ, ശരാശരി ആനയുടെ വെയിറ്റ് എത്ര, എല്ലാ കാര്യങ്ങളും A to Z ഉണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അവിടെ പോകാൻ നല്ലതാണ്.
കേട്ടോ. നല്ലൊരു ഇതായിരിക്കും, ഒരു കൊച്ചുങ്ങൾക്കൊക്കെ ഈ അല്ല ഇൻട്രസ്റ്റ് ഉള്ളവർ ഒക്കെ പഠിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുമ്പോൾ ഒറ്റയ്ക്കൊന്നും പോകരുത് കേട്ടോ, കാരണം ഫാമിലിയായിട്ട് കൊച്ചുങ്ങളെല്ലാം ആയിട്ട് പോകുന്ന ഏറ്റവും നല്ല ഒരു എൻജോയ്. കൊച്ചുങ്ങൾക്കെല്ലാം ഒരു മനസ്സിനൊരു സന്തോഷം പകരുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. നല്ല ഇതല്ലേ, കണ്ടാൽ പറയത്തില്ല കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണെന്ന്. കാരണം അത്രയ്ക്ക് നല്ല രസമാണ് കാണാൻ. അവിടുത്തെ ഓരോ ഫോട്ടോസും അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല കാരണം നല്ല ക്ലാരിറ്റിയാണ്. ഞാനിത് എഡിറ്റ് ചെയ്തത് തന്നെ ട്രെയിനിൽ കിടന്നുകൊണ്ടാണ് അല്ലേ, അല്ലല്ല കേട്ടോ. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്താ ഭയന്നു, ഇപ്പം വണ്ടിയിലായ അപ്പം പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് വിടാലോ. സമയം കിട്ടുന്നില്ല ഇപ്പോൾ ഇതിലോട്ട്. ഈ വർക്ക് എന്താ പറയുക, വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. കുറച്ച് എൻ്റെ യാത്രകളെല്ലാം ഉണ്ട് ചെറുതായിട്ടൊക്കെ, അതെല്ലാം ഇപ്പം ഒന്ന് എഡിറ്റ് ചെയ്ത് വിടണം. ഇവിടെ ഈ ഉണ്ടാക്കിയത് ഈ തടിയുടെ ഉണ്ടല്ലോ, 70 വർഷത്തിൽ കൂടുതലാണെന്ന് പറയുന്നത് ഇതുണ്ടാക്കിയിട്ട്. അതിൻ്റെ അകത്ത് 6 ആനകൾക്കുള്ള കപ്പാസിറ്റിയാണ് ഇതിനകത്ത്. എന്താ പറയുക, മേടിക്കാനുള്ള ആനയെ ഇത് ചെയ്യത്തില്ലയോ, മനസ്സിനെ കാട്ടുന്ന കൊണ്ടുവന്ന ആനകൾ ഇതിനകത്ത് കൊണ്ടിടും, കൊണ്ടുവരില്ല അങ്ങനെയൊക്കെ. അകത്തൊരു കുട്ടി കുറമ്പം കിടന്ന് കറങ്ങുന്ന കണ്ടില്ലയോ, ചെറിയ കൊച്ചാ. നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് 6 എണ്ണത്തിനുള്ള കപ്പാസിറ്റി ഉള്ളതാ, പക്ഷെ ഇപ്പോൾ ഒരെണ്ണം ഇതിനകത്തുള്ളൂ. പിന്നെ 4 എണ്ണം അവിടെ അപ്പുറത്തുണ്ട്, അത് വലുതാ. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പോയി അതും കാണിക്കാം. ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. അതായത് ഇവിടെ എന്തുമാത്രം, അത് എത്ര ആനകൾ വന്നു, അല്ലെങ്കിൽ എത്ര ആനയ്ക്ക് ട്രെയിനിങ് കൊടുത്തു, എത്ര ആനകൾ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ കൊടുത്തു, ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ വിസ്തീർണം, എല്ലാ കാര്യങ്ങളും ഈ ബോർഡിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നല്ലതാണ്. ഇതെല്ലാം പഠിക്കുന്നതൊക്കെ കൊച്ചുങ്ങളൊക്കെ അറിവ് പോലെ പകരാൻ പറ്റിയ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. പിന്നെ അല്ലാതെ മറ്റേ മ്യൂസിയത്തിനകത്ത് ആനയെ പറ്റിയ എല്ലാ വിവരങ്ങളും ഉണ്ട്. നല്ല കൊച്ചുങ്ങളായിട്ട് പോകുമെങ്കിലേ നല്ലൊരു ട്രിപ്പായിരിക്കും ഇത്. ഇങ്ങോട്ട് പോകുമെങ്കിൽ ഒരു എൻജോയ് എന്ന് പറയത്തില്ലേ.
ചുമ്മാ ഇരിക്കില്ല കേട്ടോ. അങ്ങോട്ട് ചുമ്മാ ഇരിക്കത്തേ ഇല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടന്ന് വിടുന്നോണ്ടിരിക്കും. കണ്ടില്ലേ, ഒരു സ്ഥലത്തൊന്നും ഇരിക്കത്തേയില്ല. നല്ല രസമല്ലേ കൊച്ചുങ്ങ? ഏതിൻ്റെ ഇത്തിരി കൊച്ചുങ്ങ നല്ല രസമാണ് അല്ലേ? ഇത് പ്രത്യേകിച്ച് ആനേൻ്റെ കൊച്ചുങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അവർക്ക് പിന്നെ ട്രെയിനിങ് കൊടുക്കണം. അതിന് വേണ്ടിയാണ് അതെല്ലാം ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റേ ഇതിൽ പാടുന്ന മറ്റേ എന്താ ഹിന്ദിയിൽ പടമുണ്ട്, ഹാത്തി മേരെ സാത്തി എന്ന് പറഞ്ഞിട്ട്. എന്താ അതിലൊക്കെ ഈ ആനയെ പറ്റി എല്ലാം കൂടുതൽ കണ്ടു. മേരെ ഹാത്തി എന്നൊരു പാട്ടൊക്കെ ഉണ്ട് അതിൽ. അതിൻ്റെ തമിഴ് പതിപ്പാണ് നല്ല നേരം എംജിആറിൻ്റെ. തെലുങ്കിലുണ്ട് തോന്നുന്നു, NTR അഭിനയിച്ചത് തോന്നുന്നു. കന്നഡത്തിലുണ്ട്. ഊഞ്ഞാലാടാൻ ഉണ്ടല്ലേ, ഊഞ്ഞാലാണെന്നെങ്കിൽ ഇവിടെ ഒന്ന് ഇരുന്നാൽ മതി. നല്ലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇരുന്ന് കുറേ നേരം ആടിയിട്ട് പോകാം. നല്ല കാര്യം. ഇനിയാണ് അവിടെ കിടക്കാണ്ട് കണ്ടില്ലേ. ഇത് 3 പെണ്ണുങ്ങളാണ് ഇവിടെ. ഒന്ന് കാണുന്നില്ല, 1 2 3 കാണുന്നില്ല, പെണ്ണുങ്ങളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കൃഷ്ണ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് ആണാണ്. കാണാൻ നല്ല ഇതാ. കണ്ടില്ലേ, ഇത് ആണ് കൃഷ്ണ എന്നാ തോന്നുന്ന പേര്. ഇതേ കൃഷ്ണ 12 വയസ്സാ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ട് നമസ്കാരമൊക്കെ ചെയ്യുന്നു, മനസ്സിലായോ? കാണാൻ നല്ല ഇതൊക്കെ രസമുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ വലിയ ആനകളാണ് ബാക്കി. ഇവിടുത്തെ ബാക്കി നമ്മുടെ ഇതെല്ലാം പെണ്ണ പേരെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രിയദർശിനി എന്തൊക്കെയാന്ന് കണ്ടിട്ട്, മീന, അങ്ങനെയൊക്കെയുള്ള പേരുണ്ട്. മെയിനായിട്ട് ഒന്നേ ഉള്ളൂ, കൃഷ്ണ എന്ന് മാത്രം. ഇതിനൊക്കെ ട്രെയിനിങ് ഒക്കെ ഒരുമാതിരിയെല്ലാം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരടുത്തെല്ലാം പോകുന്നത്. നല്ലൊരു ഇതാണ് കേട്ടോ. ഒരു അനുഭവം പോയി ഇവിടെ വന്നെങ്കിൽ. ലൈനായിട്ട് ഉണ്ട് ഇവിടെ.
എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ചാനൽ ഇവിടെ അവസാനിക്കുകയാണ്.